Constructivism is a learning theory that emphasizes the active role of a learner in building their own understanding. എന്താ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയല്ലേ പിന്നെ പഠിക്കാവോ കഴിച്ചിട്ട് പോടാ പരീക്ഷ ഒന്നും മനസ്സിലാവുന്നില്ല കതിരിനെ കൊണ്ട് വളം വെച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോടാ പഠിക്കട്ടെ സുരേഷ് ഇങ്ങനെ പോയാ പറ്റുമോ പഠിക്കുന്നതെന്ന് പറ എന്റെ മോനെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഒക്കെ അറിയാൻ പറ്റിയ നിനക്ക് അറിയാമോ അപ്പൊ തന്നെ പട്ടാളത്തിലായിരിക്കുന്ന കാലം നീ മിണ്ടാതിരിക്കും ഞാൻ അതിന്റെ പശ്ചാത്തലം എന്റെ കൊച്ചനെയാണെന്ന് പറഞ്ഞു കൊടുക്കട്ടെ മോനെ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സിന്റെ പശ്ചാത്തലം ഞാൻ പറയണം നീ അത് കഴിക്കുഞ്ഞല്ലോടി പശ്ചാത്തലം ഒന്ന് പറയട്ടെ നിന്റെ അടുത്ത് ഈ ബിജുമോൻ കഴിക്കുഞ്ഞാലിയ സമയത്ത് ഞാൻ കാശ്മീരല്ലായിരുന്നോ നമ്മുടെ അതായത് 1950 അമ്മൂമ്മ പറഞ്ഞ കേട്ടോ 1950-നും 1970-നും ഇടയിലുള്ള ഒരു ചിന്തയാണിത്. അന്നേരം ഞാൻ പട്ടാളത്തിലാണ്. അതായത് നമ്മുടെ ഈ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം ചിന്താഗതിയിൽ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച്, മാനവികതയെ കുറിച്ച്, ഇതൊക്കെ ലോകത്തെ അവിടെ പട്ടാളക്കാരും ഇതൊക്കെ ക്യാമ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യത്തും ലോകം മുഴുവനും ഇത്തരത്തിലുള്ള ലോക സമാധാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് ചർച്ച ചെയ്തു തുടങ്ങി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം. അത് മാത്രമല്ല, ഫെമിനിസം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് കേട്ടോ വരുവാനെ. അങ്ങനെ അന്ന് ചിന്തയ്ക്കൊപ്പം വിദ്യാഭ്യാസത്തിന് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. വിദ്യാഭ്യാസത്തിന് ചില പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ ചില പുതിയ മാറ്റങ്ങളുണ്ടായി, ചില ആശയങ്ങളുണ്ടായി. അതായത് റീവാല്യുവേഷൻ ഓഫ് വാല്യൂസ്, ഫോക്കസ് ഇൻ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അന്നോട് കേണൽ വന്ന് പറഞ്ഞു, സഭാഷ് എന്നോട് തോളത്ത് തട്ടി പറഞ്ഞ ഒരു കാര്യം ഞാനിത് അങ്ങോട്ട് പറഞ്ഞപ്പോലെ ഐഡിയോളജി പറയട്ടെ. ഈ റൊണാൾഡ് ഫ്രൈ എന്ന് കേട്ടിട്ടുണ്ടോ? ആ നിനക്ക് എന്തോ കോപ്പ അറിയാമോ? ഇന്നത്തെ കുറെ പിള്ളേരാണ് അക്ഷരം വായിക്കത്തില്ല, എപ്പോഴും മറ്റേമാതെ പോലെ ഇങ്ങനെ തോന്നിക്കൊണ്ട് ഗെയിം കളിക്കുക. എന്നോട് ഞാൻ പറഞ്ഞു, പണവാശി മൊബൈൽ ആവശ്യത്തിന് ഉപയോഗിക്കണോ? ഇത് പഠിക്കാൻ നീ ആ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഈ വലിയ തപ്പറ്റ നോക്കുമല്ലോടാ. അങ്ങനെയല്ലോടെ ഞാൻ ഈ റൊണാൾഡ് ഫ്രൈ ഒന്നും പഠിച്ചത്. ഇവരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ സംവിധാനത്തിൽ അതൊരു സെൻസറി, അതോടൊപ്പം തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് റൂം എന്നൊക്കെ പറയുന്ന പുതിയ സംവിധാനം. എടാ വൈദ്യുമാനെ എവര് വേണ്ട ആശയങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം.
നിനക്ക് എല്ലാം മനസ്സിലായോ? നീ അത് വായിച്ചു നോക്കിയേ. അതിലെ പഠിക്കേണ്ടത് അതല്ലേ എന്റെ ബുദ്ധിമുട്ട്. സ്വന്തമായിട്ട് ധാരണ നിന്നിൽ ഉണ്ടാവണം. മനസ്സിലായോ നിനക്ക്? എന്ത് പഠിക്കണം എന്നല്ല നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഇനി എങ്ങനെ പഠിക്കണം എന്ന് പറയുന്നല്ലേ ഈ സാധനം. അപ്പൊ എങ്ങനെയാ പഠിക്കണ്ടേ? അത് അറിവ് ആദ്യം നിർമ്മിക്കപ്പെടണം. അറിവ് നിർമ്മിക്കപ്പെടുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അത് എങ്ങനെയാ? അറിവെങ്ങനെയാ സാധാരണ നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ സാമൂഹികമായ ഇടപെടലിലൂടെയും അത് നമ്മുടെ ധാരണയിലൂടെയും മൊത്തമായിട്ട് നമ്മുടെ ധാരണയിലൂടെയാണ് നമ്മുടെ അറിവ് നിർമ്മിക്കപ്പെടുന്നത്. സാമൂഹികമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിവ് ഒരു തോറും ആർജിതമാക്കി ഉണ്ടാക്കാൻ ഈ പ്രോസസ്സിലൂടെ ഞാൻ ഇതെല്ലാം നേടണമെന്നാണ്. ഒരു പ്രക്രിയ അധിഷ്ഠിതമാണ്. ഇപ്പോഴുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ പ്രക്രിയ അധിഷ്ഠിതമാണ്. നമ്മുടെ പ്രവൃത്തി ഒരുക്കുക പഠനത്തിന് കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. സുരേഷേ, നമ്മളിപ്പോ ഇത്രയും ചർച്ച ചെയ്തപ്പോ ചില കാര്യങ്ങളൊക്കെ ചിലത് പിടികിട്ടി. കുറെ കാര്യങ്ങൾ അറിവ് നിനക്ക് ഇൻഫർമേഷൻ അല്ലല്ലോ, നിനക്ക് അറിവ് കിട്ടിയില്ലേ? അതാണ് വ്യക്തിയുടെ അറിവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പഠിക്കുമ്പോൾ ഊന്നി പഠിക്കുന്നുണ്ടല്ലോ, അത് നീ വ്യക്തമായിട്ടും ശക്തമായിട്ടും അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ അറിവ് അവരിവിടെ വ്യതിചലിച്ചു പോയാൽ അധിഷ്ഠിതമാണ്. നമ്മുടെ പ്രവൃത്തി ഒരുക്കുക പഠനത്തിന് കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. സുരേഷേ, നമ്മളിപ്പോ ഇത്രയും ചർച്ച ചെയ്തപ്പോ ചില കാര്യങ്ങളൊക്കെ ചിലത് പിടികിട്ടി. കുറെ കാര്യങ്ങൾ അറിവ് നിനക്ക് ഇൻഫർമേഷൻ അല്ലല്ലോ, നിനക്ക് അറിവ് കിട്ടിയില്ലേ? അതാണ് വ്യക്തിയുടെ അറിവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പഠിക്കുമ്പോൾ ഊന്നി പഠിക്കുന്നുണ്ടല്ലോ, അത് നീ വ്യക്തമായിട്ടും ശക്തമായിട്ടും അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ അറിവ് അവരിവിടെ വ്യതിചലിച്ചു പോയാൽ ഈ പ്രോജക്റ്റിലൂടെയും അസൈൻമെന്റിലൂടെയും അങ്ങനെയൊക്കെ ഈ എക്സ്പെരിമെന്റിലൂടെയും ആണല്ലോ ഇത് കൂടുതൽ പറയുന്നത് ക്ലാസ്സുകളിൽ. അതെ. അപ്പൊ അറിവ് നിനക്ക് കിട്ടണമെങ്കിൽ നീ അതിനെ ഊന്നൽ കൊടുക്കണം. ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ പഠനം വ്യാപകമായി പോകുന്നുണ്ട്. അവിടെ കലയിൽ പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്. അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. വിദ്വാൻ പറയുന്ന പോലെയല്ല. എന്റെ മരുമോൻ മരുമോന്റെ പരിമിതിയല്ല ഈ പറയുന്നത്, സോഷ്യൽ പ്രവർത്തീസിന്റെ പരിമിതിയായി പറയുന്നത്. പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പൊ സാമൂഹിക മാനദണ്ഡങ്ങൾ, നമുക്ക് അധികാര ഘടനകൾ, അതേപോലെ ബാഹ്യ ഘടകങ്ങളുടെ പങ്ക് കൺസ്ട്രക്ടീസ് എന്ത് ചെയ്യുന്നത് അവഗണിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നപ്പെടുന്നുണ്ട് പൂർണ്ണമായും. അതുകൊണ്ട് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നതാണ് അറിവുകൾ വേർതിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിനിപ്പോ എവരും പറഞ്ഞില്ലല്ലോ വേർതിരിച്ചെടുക്കാൻ. ഇവനാണ് ഒരക്ഷരം ഇതുവരെ പഠിച്ചിട്ടില്ല. ഇവന് സോഷ്യൽ കൺസൾട്ടൻസ് പഠിച്ചോണ്ടിരിക്കുക. പരീക്ഷ മാറേ ഒന്നും അറിയാൻ വയ്യ. ഞാൻ അതിന്റെ പശ്ചാത്തലമൊക്കെ ഒന്ന് പറഞ്ഞു, ബൈജുമോൻ അതിന്റെ പിന്നെ ആശയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ നമ്മുടെ വരുമോ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു, അതിന്റെ പരിമിതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇതോടെ പരിപാടി ബാക്കിയോടെ പറയണം, അവരോടെ കേട്ടെ. പിന്നെ അറിവ് വിലയിരുത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അറിവ് വസ്തുനിഷ്ഠമായി അളക്കുന്നതിലും ഇത് അറിവ് വിലയിരുത്തലിനുള്ള ചില പ്രായോഗിക ബുദ്ധിമായിട്ട് നമുക്ക് വിലയിരുത്തിയെടുക്കാൻ ഇവരെ പോലെ ഇപ്പൊ വിലയിരുത്താൻ എനിക്ക് പറ്റുന്നില്ല. നമുക്ക് പഴയ പരമ്പരാഗതമായ രീതിയിലെ പഠനത്തിൽ വ്യത്യസ്തമായിട്ട് അറിവ് നിർമ്മിക്കുന്നതിലേക്ക് വരുമ്പോ അധ്യാപക പരിശീലനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പരിശീലനം വേണം. മനഃപൂർവ്വമായി
ഞാനങ്ങ് കാശ്മീരിലായിരുന്നു. ഓ മോന്റെ കല്യാണമാണോ? മെട്രോ ഏജൻസിയാണ്. അവിടെ നല്ല AC മുറിയൊക്കെ ഉണ്ടല്ലോ. അഭിലാഷമാല് പിന്നെ വധു എവിടുന്നാ? ആ പാലായി. റബ്ബറുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഞാനൊരു കാര്യം പരിമിതി പറഞ്ഞപ്പോൾ ഇതിന് കുറെ സാധ്യതകളുണ്ട്. ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ നമ്മുടെ ഈ കൺസ്റ്റിറ്റ്യൂഷന് കുറെ വിശാലത സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ വിമർശനാത്മകമായ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് കൺസ്റ്റിറ്റ്യൂഷൻ. ശ്രദ്ധിക്കണം, നമുക്കറിയാം കേട്ടതെല്ലാം നമ്മളങ്ങോട്ട് സമ്മതിച്ചു പോകാതെ എന്തുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കും. അയ്യോ, ഞാൻ വിചാരിച്ചിരുന്ന ഒരു സാമൂഹിക പ്രസക്തി. ഞാൻ പണ്ട് പട്ടാളത്തിലൊക്കെ അതുപോലെ തന്നെ ഇത് വ്യക്തിഗത പഠനത്തിന് പ്രാധാന്യം ഇൻഡിവിജ്വൽ, അതായത് ഇപ്പൊ മോന്റെ ആണെങ്കിലും പഠന സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിഗതമായ പഠന സാഹചര്യങ്ങളെ വിലയിരുത്തി സ്വന്തമായിട്ടൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ അത് നിനക്ക് വേണം. നിനക്ക് അതിന്റെ കുറവുണ്ട്. പ്രോബ്ലം സോൾവിംഗിനെ പറ്റി പറ്റുമല്ലോ. ഏറ്റവും പ്രധാനമായിട്ട് സഹകരിച്ചുള്ള പഠനം, സഹകരിച്ചുള്ള ഒരു പഠനാന്തരീക്ഷം നമുക്കറിയാം. ഈ ലോകം വളരെ വിശാലമാണ്, വളരെ ആണ്. അപ്പൊ ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോയ കാര്യങ്ങൾ ഓടുള്ളൂ. അതുപോലെ പഠനത്തെ സഹായിക്കണം. ബാക്കി രാജസ്ഥാനിലെ മൊബൈലല്ലേ, ലാപ്ടോപ്പില്ലേ, പുതിയ ടെക്നോളജി ഒക്കെ എഡ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്തു. അപ്പൊ അങ്ങനെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. എന്റെ സാറേ ഇവന്റെ മൊബൈല് അതിനെ സാറന്മാര് അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുക്കണം. സത്യം പറഞ്ഞാൽ അതിനുള്ള എല്ലാ ട്രെയിനിങ് നമ്മുടെ മെട്രോ ഏജൻസിയുടെ നമ്മുടെ SRB ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ട്രെയിനിങ് കിട്ടാൻ പോവാണ്. ശരി. ഞങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഞങ്ങൾ ചോദിച്ചു നോക്കാം. ഞാനൊന്ന് കിടക്കട്ടെ.